കൊടകര കുഴൽപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എങ്ങനെ കുറ്റപത്രം നൽകി എന്നത് ആശ്ചര്യകരം. കൊടകരയിൽ കുഴൽപ്പണമില്ലെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതൊരു വെറും മോഷണ കേസാണെന്നും പറയുന്നു. എന്നിട്ടും പണം മോഷ്ടിച്ചവർക്കെതിരെ കുറ്റപത്രം നൽകി. ഇതാണ് ഇഡി നടപടിയെ സംശയനിഴലിലാക്കുന്നത്. പോലീസ് കണ്ടെത്തലിന് വിരുദ്ധമാണ് വിശദീകരണമെല്ലാം. കൊടകരയിൽ പോലീസ് മോഷണ കേസ് അന്വേഷിച്ചു. അതിനുശേഷം കിട്ടിയ വിവരങ്ങൾ ഇഡിക്ക് കൈമാറി. കുഴൽപ്പണവും പണവും വെളുപ്പിക്കലും എല്ലാം ഉള്ളതുകൊണ്ടായിരുന്നു ഇത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞാണ് ഇഡി കുറ്റപത്രം നൽകുന്നത്. രണ്ട് കുറ്റപത്രങ്ങളിലെയും പല കണ്ടെത്തലുകളും പരസ്പര വിരുദ്ധമാകുന്നത് രണ്ട് ഏജൻസികളുടെയും പ്രോസിക്യൂഷൻ കേസുകളെ ദുർബലമാക്കും. പോലീസിന്റെ അന്വേഷണ സംഘവുമായി ഇഡി ഒരു തരത്തിലുമുള്ള ആശയവിനിമയവും നടത്തിയിട്ടില്ല. കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ എത്തിച്ചത് കോഴിക്കോട് സ്വദേശി ധർമ്മരാജനാണെന്നും പോലീസും ഇഡിയും കണ്ടെത്തിയെങ്കിലും പ്രതിപട്ടികയിൽ ഇയാളില്ല. പണം കവർച്ച ചെയ്യപ്പെട്ട സംഭവം മാത്രമാണ് പോലീസ് അന്വേഷിച്ചത്. മോഷണത്തിൽ പങ്കില്ലാത്തതുകൊണ്ടാണ് പോലീസിന്റെ പ്രതിപട്ടികയിൽ ധർമ്മരാജൻ ഉൾപ്പെടാതിരുന്നത്. ഇഡി അന്വേഷിക്കുന്നത് ഹവാല പണവുമായി ബന്ധപ്പെട്ട കേസായതിനാൽ ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ ധർമ്മരാജൻ പ്രതിയാകുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കുഴൽപ്പണമല്ലെന്ന് ഇഡി നിഗമനത്തിലെത്തിയതോടെ ധർമ്മരാജനെതിരെ കേസെടുക്കാൻ സാധ്യതയില്ലാതെയായി. ഇതോടെ മോഷ്ടാക്കളെ പ്രതികളാക്കി ഇഡി കേസെടുത്തു. അങ്ങനെ മോഷണ കേസെടുക്കേണ്ട ഏജൻസിയല്ല ഇഡി എന്നാണ് വിലയിരുത്തൽ. കൊടകരയിൽ കേസില്ലെന്ന് പറഞ്ഞാലുണ്ടാകുന്ന രാഷ്ട്രീയ വിവാദം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നാണ് വിലയിരുത്തൽ. കേരള പോലീസിന്റെ നിഗമനങ്ങളും കുറ്റപത്രവും തള്ളി കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ കേന്ദ്ര ഏജൻസിയായ ഇഡി കുറ്റപത്രം നൽകുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJPക്കായി കൊണ്ടുവന്ന പണം എന്ന പോലീസിന്റെ കണ്ടെത്തൽ തള്ളി രാഷ്ട്രീയ ബന്ധത്തിലേക്ക് കടക്കാതെ BJPയുടെ പേരില്ലാതെയുള്ളതാണ് ഇഡി കുറ്റപത്രം. കുറ്റപത്രത്തിനൊപ്പം 23 പ്രതികളുടെ പട്ടികയും കലൂരിലെ PMLA പ്രത്യേക കോടതിയിൽ ഇഡി സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP നേതൃത്വത്തിന്റെ അറിവോടെ കർണാടകയിൽ നിന്ന് ഹവാല ഇടപാടുകാർ വഴി കൊണ്ടുവന്ന പണത്തിൽ 3.5 കോടി രൂപ കൊടകരയിൽ വച്ച് വ്യാജ വാഹനാപകടം സൃഷ്ടിച്ച് കവർന്നു എന്നാണ് പോലീസ് കേസ്. കോഴിക്കോട് സ്വദേശി ധർമ്മരാജന്റെ നേതൃത്വത്തിൽ പണം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ട്രാവൻകൂർ പാലസ് ഹോട്ടൽ വക ആലപ്പുഴയിലുള്ള സ്ഥലം വാങ്ങാൻ ധർമ്മരാജൻ ഡ്രൈവർ ഷാംജീർ വശം കാറിൽ കൊടുത്തുവിട്ട 3.58 കോടി രൂപ പ്രതികൾ കൊള്ളയടിച്ചെന്നാണ് ഇഡി കുറ്റപത്രം. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ധർമ്മരാജൻ ഹാജരാക്കിയെന്നും കൊള്ള മുതലിൽ പോലീസ് വീണ്ടെടുത്ത 1.88 കോടി രൂപയ്ക്ക് പുറമെ പ്രതികളുടെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവകളും ഇഡി കണ്ടുകെട്ടിയതായും കുറ്റപത്രം പറയുന്നു. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണ് ട്രാവൻകൂർ പാലസ്. ധർമ്മരാജനുമായി എന്തെങ്കിലും ബിസിനസ് ചർച്ചകൾ നടത്തിയതായി തുഷാർ വെള്ളാപ്പള്ളി സ്ഥിരീകരിച്ചുവെന്ന് ഇഡി വിശദീകരിച്ചിട്ടില്ല. എന്തായാലും പോലീസിന്റെ റിപ്പോർട്ടിനെ പാടെ തള്ളുന്നതാണ് ഇഡിയുടെ നടപടി. BJP രാഷ്ട്രീയ ബന്ധം തള്ളിക്കളഞ്ഞ് തന്നെയാണ് ഇഡി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.